നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 48. തനുവിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ ഇതെൻ്റെതെന്ന് സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു. സാക്ഷാൽ അനുഭവശാലികളാം ഇതോർക്കിലാരും. ഒരർത്ഥത്തിൽ നാം ഈ ശരീരം തന്നെയാണ്. പ്രാണൻ നിന്നുപോയതിനു ശേഷം ശരീരം ചുടലയിൽ ചാമ്പലായി പോയാൽ പിന്നെ അങ്ങനെയൊരു ആളുള്ളതായി ആരും കരുതുകയില്ല. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ കറുത്തവനാണ്, വെളുത്തവനാണ്, തടിച്ചവനാണ്, മെലിഞ്ഞവനാണ്, നല്ലവനാണ്, ചീത്തയാണ് എന്നെല്ലാം വ്യവഹരിക്കാറുണ്ട്. ശരീരമില്ലെങ്കിൽ പിന്നെ ഈ വ്യവഹാരം ഒന്നുമില്ല. എന്നാലും ആർക്കും അറിയാം അവർ ശരീരം മാത്രമല്ലെന്നുള്ള പരമാർത്ഥം. ശരീരവും മനസ്സും ഒന്നു തന്നെയായിരിക്കാം. എന്നാലും മനസ്സിനെ നാം പ്രത്യേകമായി കണക്കാക്കാറുണ്ട്. ആ മനസ്സിൽ വർത്തിക്കുന്ന ഏറെക്കുറെ അവിജ്ഞാതമായ ഒരു തീവ്ര സ്ഫുരണത്തെ ഞാൻ എന്നും ഇവനെന്നുമെല്ലാം എടുത്തു കാട്ടുകയാണ് ചെയ്യുന്നത്. ശരീരത്തെ അധികം സ്നേഹിക്കുന്നവർ പോലും ഞാൻ എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായ ഒരു തത്വത്തെ പരാമർശിക്കുന്നത് പോലെ സംസാരിക്കുന്നു. ശരീരബോധമുള്ളപ്പോഴും അതേപ്പറ്റി പറയേണ്ടി വരുമ്പോൾ എൻ്റെ ശരീരം എന്ന് പറയുന്നു. അതുപോലെ തന്നെ വേറൊരു ശരീരത്തിൻ്റെ ഉടമയെ ഉദ്ദേശിച്ചുകൊണ്ട് ഇതെൻ്റെ ഭാര്യ, ഇതെൻ്റെ ഭർത്താവ്, ഇതെൻ്റെ മകൻ, ഇതെൻ്റെ സ്നേഹിതൻ, ഇത് എൻ്റെ വിരോധി എന്നിങ്ങനെയും പറഞ്ഞു പോരാറുണ്ട്. അതുപോലെ ഇത് എൻ്റെ വീട്, ഇതെൻ്റെ പുസ്തകം എന്നിങ്ങനെയും പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? തനിക്ക് ഒരു ശരീരമുണ്ടായിരിക്കുന്നത് തൻ്റെ ഉണ്മയുടെ അടയാളമായിരിക്കുന്നത് പോലെ എൻ്റെ എന്ന് അവകാശപ്പെടുമ്പോൾ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന വ്യാപ്തിയെ ഒരു ഉണ്മയായി കരുതുന്നു. ഗുരു അതിനെ ഈ ശ്ലോകത്തിൽ സത്താതനു എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വന്തം ശരീരത്തിൻ്റെ ഭൗതികമായ അസ്ഥിതയെ ഉല്ലംഘിച്ചു നിൽക്കുന്നതാണ് എൻ്റെ എന്ന് അവകാശപ്പെടുമ്പോൾ മനസ്സിൽ പ്രബലമായി നിൽക്കുന്ന സത്താബോധത്തിൻ്റെ വ്യാപ്തി. താൻ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അന്യശരീരങ്ങൾ വർത്തിക്കുന്ന ജീവന്റെ സുഖദുഃഖാദികൾ കൂടി സ്വന്തം സുഖദുഃഖങ്ങളെ ഉത്കടമായി ബാധിക്കുന്നതാണെന്നുള്ള വസ്തുത പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നവൻ ഞാൻ ഈ ശരീരമല്ല, ആദ്യന്തവിഹീനവും നാമരൂപ വിവർജിതവും സച്ചിദാനന്ദഘനവുമായ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ആദ്യത്തെ പടി ഈ ശരീരത്തിൽ നിന്നും അതിരിക്തമായ ഒരു സത്ത തനിക്കുണ്ടെന്ന് അറിയുന്നത് തന്നെ. അതിന് ഒരുവൻ യാജ്ഞവൽക്യനോ ജനകനോ ശുഗബ്രഹ്മനോ ആയിത്തീരണമെന്നില്ല. ഇതെൻ്റെ പശു എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ അവൻ്റെ ഉണ്മയുടെ ഒരംശത്തെ പശുവിൻ്റെ ഉണ്മയോട് എങ്ങനെയാണ് സംബന്ധപ്പെടുത്തുന്നത്? അത് രണ്ട് ഭൗതിക ശരീരങ്ങളുടെ സ്ഥൂലമായ വ്യത്യാസങ്ങളെ നിസ്സാരമാക്കിക്കൊണ്ട്
രണ്ടിൻ്റെയും ഉണ്മയെ ഒരു സമാനാധികരണത്തിൽ അനുലയനം ചെയ്യുവാൻ കഴിയുകയാലാണ്. ഇതാലോചിക്കുമ്പോൾ എല്ലാവരും ഒരളവിൽ ആത്മാനുഭവം ഉള്ളവരാണെന്ന് കാണാം. പലരും അത് ഉണർന്നറിയുന്നില്ലെന്ന് മാത്രം.